എന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യമൂലം നന്നേക്കും. കർത്താവെ കരുണയണമേ, സഹായിക്കണമേ. നിന്റെ തിരുവഴുത്തുകളിൽ നിന്ന് അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ബലഹീനരായിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ, തുറക്കണമേ. അത്ഭുതകരമായ സത്യങ്ങളെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും നീ സംഗതിയാക്കുമാറാകണമേ. നിന്റെ തിരുനാമം ഇതുമൂലം മഹത്വപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവ്, ഇന്ന് ഈ കൂട്ടത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നവരോടൊക്കെ നീ കരുണ ചെയ്യണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ മൂലം വിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ എഴുതിയ ഈ ലേഖനത്തിലെ ഓരോ വാക്കും പരിശുദ്ധാത്മ പ്രേരിതമാകുന്നു എന്നുള്ളതിനാൽ ആ പരിശുദ്ധാത്മാവ് അന്ന് പൗലോസ് അപ്പോസ്തോലിന് കാണിച്ചു കൊടുത്ത ഓരോ സംഗതിയും ഞങ്ങളുടെ കണ്ണുകൾക്കും വെളിവാക്കി തരുവാൻ തക്കവണ്ണം നിനക്ക് ദയവുണ്ടാകണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വലിയ ഇടപെടൽ മൂലം ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിന്റെ ദിവ്യമായ സാന്നിധ്യവും സഹായവും വരികയും ചെയ്യുമാറാകണമേ. നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. Glory be to the Father, and to the Son, and to the Holy Spirit. Respected Achins, elders, all my dear mothers and sisters in Christ, on behalf of the Diocese of Southwest America, I welcome you all to this blessed evening where we gather to learn and meditate on the Word of God. His Grace Atirmeni, Thomas Mar Evanius, is not currently with us. He is traveling, but we remember him at this time and pay our reverence to him. Jacob Matthew Acha, we welcome you to our humble MMVS gathering. We are looking forward to learn from you, and we are really excited to learn. And just to give a brief introduction about our MMVS theme this year. This year's theme is Spiritual Warfare Through Divine Power. Atmiya Poratam Deva Shaktiyilude. And the only weapon that can be used in this warfare, as we know, is the most glorious and the most powerful Word of God. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു നിർത്തിയത് വിശുദ്ധ പൗലോസ്ലിയയുടെ ഒരു ലേഖനമാണ്, കൊരിന്ത്യരുടെ വിശ്വാസികൾക്ക് എഴുതിയ 2ാം ലേഖനം, സെന്റ് പോൾസ് സെക്കൻഡ് ലെറ്റർ ടു കൊരിന്ത്യൻസ്. അതിൻ്റെ 7ാം അധ്യായം വരെയാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ വർഷത്തെ നമ്മുടെ പഠനധ്യാനം 8ാം അധ്യായം മുതൽ തുടരും. ഇഫ് വി ലുക്ക് ബാക്ക് ത്രൂ അവർ ജേർണി, ഈ പിന്നിട്ട വർഷങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മൾ 3 വർഷം മുമ്പേ കൊരിന്ത്യ പട്ടണത്തിലൂടെ സഞ്ചരിച്ച് കൊരിന്ത്യ പട്ടണത്തിൻ്റെ സെറ്റിങ്സ് മനസ്സിലാക്കിയെടുത്തായിരുന്നു. അതിനോടൊപ്പം വിശുദ്ധ പൗലോസ്ലിയ എക്സ്പീരിയൻസ് ചെയ്ത പ്രതിസന്ധികളും അറിഞ്ഞു. Now, from today, in the coming weeks, we would learn his final teachings to the Corinthians. I know our teacher is ready to teach us the scriptures, and I would not want to waste any more of his time. So I kindly request our diocesan Vice President, Ebi Abrahamachin, to welcome our Reverend Teacher for the Bible study class today. Thank you, Shini, for the introduction. ജേക്കബ് മാത്യു അച്ഛനെ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് അത് ഇച്ചിരി പണിയുള്ള കാര്യമാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞാൻ വലിയ സ്വാഗതമൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ജേക്കബ് മാത്യു അച്ഛൻ ഈസ് വൺ അമംഗ് അസ്. സോ ഈസ് നോട്ട് ആൻ ഏലിയൻ, ഈസ് നോട്ട് എ പേഴ്സൺ ഹു ഈസ് ഡിഫറെന്റ് ഫ്രം അസ്. സോ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, എനിക്ക് അച്ഛനോട് സ്വാഗതത്തെക്കാൾ കൂടുതൽ നന്ദിയാണ് പറയാനുള്ളത്. ഇത് ഏറ്റെടുത്തു എന്നുള്ളതിൽ അച്ഛൻ്റെ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ബിസി സ്കെഡ്യൂൾ ആൻഡ് ബിസി തിങ്സ്, അച്ഛൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അച്ഛൻ്റെ സാന്നിധ്യവും വാക്കുകളും ഒക്കെ അനുഗ്രഹീതമാകും എന്ന് പ്രത്യേകമായി പ്രത്യാശിക്കുന്നു. മാത്രമല്ല, നമ്മൾ
അച്ഛൻ നമുക്ക് വേണ്ടി ചിലവാക്കുന്ന ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും ആവശ്യം. ഒരാൾ നമുക്ക് വേണ്ടി അവരുടെ കഴിവുകളും അവരുടെ അറിവുകളും നമുക്ക് പകർന്നു തരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മളും തയ്യാറായി ഇരിക്കണം. അതാണ് പഠനം എന്ന് പറയുന്നത്. ഗുരുവും പഠിക്കുന്നവരും ഒരുപോലെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പഠനം. ഡിസ്കണക്ട് ആയിപ്പോയി. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ You should join back. I'll just check. ഗുരുവും പഠിക്കുന്നവരും വിദ്യാർത്ഥികളും, വിദ്യാർത്ഥി എന്നുള്ള വാക്കിന് പണ്ട് ഗുരുകുലം എന്നൊക്കെ പറയുന്ന പോലെ ഗുരുവിന്റെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കാലം പോലെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ അത് പഠിക്കാനും മനസ്സിലാക്കാനും അതിന് സമയം കണ്ടെത്തി പഠിക്കാനും ഞാൻ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമ്മള് ഒറ്റ കാര്യം കൂടി എനിക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Acha, I think I'm unable to get through to Achin. But when he joins back, he'll continue. But if you are able to, can you hear me, Acha? ഷിനി, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? Are you able to hear me, Acha? യെസ്. I can hear you. അച്ഛനെ ഞങ്ങൾക്ക് കേൾക്കാം. ഷെനിയാ ഡിസ്കണക്ട് ആയത്. ആണോ? ആ, Oh, sorry. ഓക്കെ. Okay. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുക. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത്. പരീക്ഷ അതിന്റെ ഭാഗമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത്. ഇറ്റ്സ് നോട്ട് എക്സാം ഓറിയന്റഡ് ക്ലാസ് അല്ല ഇത്. അത് നമ്മുടെ വേദപുസ്തകം പഠിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു മത്സരബുദ്ധിയോടെ അല്ല കാണേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഇതൊരു മത്സരമല്ല, ഇത് പഠനമാണ്. ഇത് പഠിക്കാനുള്ള ഒരു സമയമാണ്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അത് മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി സമയം നമ്മൾ ചെലവഴിക്കണം എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ദൈവം തരുന്ന സമയം അത് ഭംഗിയായി വിനിയോഗിക്കുക. അച്ഛനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് ഞാൻ അച്ഛന്റെ സമയം ഒട്ടും എടുക്കുന്നില്ല. അച്ഛന് ക്ലാസ് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. നമുക്ക് ആരംഭിച്ചാലോ? ഓൾറെഡി തുടങ്ങാം അച്ഛ. നിങ്ങൾ എല്ലാരും ജീന കേൾക്കാൻ മേലെന്നാണോ പറഞ്ഞത്? എനിക്ക് കേൾക്കാതിരിക്കുന്നുണ്ട്. Can you hear me? It's very feeble. ജീന, അതിന്റെ വോളിയം കൂട്ടുകയെ. No, I'm at 100%. അച്ഛൻ ഞങ്ങൾക്ക് ശരിക്കും കേൾക്കാം. അച്ഛന്റെ ശബ്ദം കേൾക്കാം. ഏതെങ്കിലും ഡിവൈസിന്റെ I think it is a problem of each one's device. Okay. ആയിരിക്കാം എന്ന് തോന്നുന്നു. പക്ഷെ I can hear you. I can all of them. We can hear you very well. Okay. പറഞ്ഞ ജീനയെ നിങ്ങളാരും കുറ്റപ്പെടുത്തൊന്നും വേണ്ട കേട്ടോ. ജീന എന്റെ ക്ലാസ്മേറ്റും എന്റെ സുഹൃത്തും ഒക്കെയാണ്. സോ ഷീ ഈസ് മൈ ഫ്രണ്ട്. അതുകൊണ്ടുള്ള കാര്യം പറഞ്ഞതാ. അതാ എന്നത്തെ കാര്യം. അതുകൊണ്ട് ജീനയ്ക്ക് എന്നോട് പറഞ്ഞ കുഴപ്പമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. എനിവേ, ഈ കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഞാനിത് മലയാളത്തിൽ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇംഗ്ലീഷ് പറയുന്നില്ല. ഇംഗ്ലീഷ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കൈബുക്കാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പറയാം. അത്രേ ഉള്ളൂ. മലയാളത്തിൽ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷുകാർക്ക് വേറെ ക്ലാസ് ഉണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലോ. വെരി ഗുഡ്. സോ ഈ കൊരിന്ത്യർ ലേഖനം വീണ്ടും കുഴപ്പമാണല്ലോ. ഒരു നിമിഷം. അച്ഛാ കേക്കാം അച്ഛാ. ശബ്ദം കുറവാണെന്ന് പല ആളുകൾ പറയുന്നുണ്ട് ഇപ്പൊ. I can hear you very well. I don't know. You are a special person. Yeah, of course. അതുകൊണ്ടാ കേൾക്കുന്നേ. കുഴപ്പമില്ല. Of course. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പറയണോ? പറഞ്ഞിരിക്കുന്നു കേട്ടോ. വേണ്ട. More than enough.
അല്ല ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, Okay. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എനിവേ, നമുക്ക് ഇന്നിപ്പോ തൽക്കാലം ഇങ്ങനെ പോകട്ടെ. അടുത്ത ആഴ്ച ഞാൻ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഡിവൈസിൽ നിന്നോ കയറാൻ നോക്കാം. ഈ കൊരിന്തി ലേഖനം, രണ്ടാം കൊരിന്തി ലേഖനത്തെ കുറിച്ച് പറയുന്ന ഉടനെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ചില സംഗതികളുണ്ട്. അത് പരിശുദ്ധനായ അപ്പോസ്തലൻ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഈ പുസ്തകം എഴുതുന്നതിന് പിന്നിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കുഴപ്പം പിടിച്ച ഒരു സഭയിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ചില ഗാർഡ് റെയിൽസ് വെക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. ഈ വഴക്കുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കൊരിന്ത്. അപ്പൊ കൊരിന്തിലെ സഭയിൽ വഴക്കുകൾ ഉണ്ടായിരുന്നു. ഈ വഴക്കുകളുടെ നടുക്ക് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ തന്നെ അവർ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് മനുഷ്യരോട് വർത്താനം പറയണം എന്നുള്ള ഒരു സംഗതി ഒരു വശത്ത്. മറുവശത്ത് ഈ വഴക്കുകൾ ഉണ്ടാക്കുന്ന ആളുകളെ വഴക്കുകൾ ഉണ്ടാക്കാൻ അനുവദിച്ചാൽ അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് വരിഞ്ഞു മുറുക്കി കെട്ടി നിർത്തുക എന്നുള്ളതും അതിനകത്ത് ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഈ സഭയിലെ മനുഷ്യരിൽ കൃത്യമായ ചില ഡിസിപ്ലിൻ, അച്ചടക്കം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു ഭാഗം അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലായാൽ മാത്രമേ ഇനി ബാക്കി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിച്ചം വരുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരോടും, കഴിയുന്നത്രയും അൺമ്യൂട്ട് ചെയ്യാവുന്നവര് അൺമ്യൂട്ട് ചെയ്യുക, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. കാരണം ഈ ബ്ലാങ്ക് സ്ക്രീനിലേക്ക് നോക്കി പറയുന്നതിനകത്തൊരു ഭംഗിയില്ല. നമുക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇതങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ക്യാമറ ഇല്ലാതെ സംസാരിക്കാം. ഹൗ അബൌട്ട് ദാറ്റ്? ഈസ് ഇറ്റ് എ ഗുഡ് ഐഡിയ? കണ്ടോ എത്ര പേരുടെ ക്യാമറ വന്നു നോക്കിയേ. എത്ര വളരെ പ്ലസന്റ് ആയിട്ടുള്ള എത്ര മുഖങ്ങൾ കണ്ടു. ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, അല്ലാതെ ഈ എന്റെ തന്നെ കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് വലിയ പുതുമയൊന്നും, കാരണം ഞാൻ ഇത് ഒരുപാട് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ ഇതൊക്കെ ഡിസിപ്ലിന്റെ പാർട്ടാണ്. ഈ ക്യാമറ ഓൺ ചെയ്യലെന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഡിസിപ്ലിന്റെ പാർട്ടാണ്. അപ്പം അങ്ങനത്തെ ചില ഡിസിപ്ലിനുകളും ഒക്കെ നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ് പറഞ്ഞതിന്റെ സാരം. എനിവേ, നമുക്ക് ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഈ 8-ാം അധ്യായം 3 ഭാഗങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 7 മുതൽ 15 വരെ, 16 തൊട്ട് 24 വരെ. അത്രേ ഉള്ളൂ ആകെ. 1 തൊട്ട് 6 വരെ, 7 തൊട്ട് 15 വരെയും 16 തൊട്ട് 24 വരെയും. ഇത്രയും ക്ലിയർ ആയോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. വേറെ ആരും ഇടയ്ക്ക് സംസാരിക്കാൻ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഇത്രയും കിട്ടിയോ? 1 മുതൽ 6 വരെ, 7 മുതൽ 15 വരെ, 16 മുതൽ 24 വരെ. 3 സെഗ്മെന്റ്സ്. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് 1 മുതൽ 6 വരെ ഒന്ന് വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. ഞാൻ ആരുടെയും പേര് വിളിക്കുന്നില്ല, ആര് വേണമെങ്കിലും വായിച്ചോ. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്കു മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. താങ്ക് യു. പേരെന്തായിരുന്നു? യുവർ നെയിം cannot be read. പുഷ്പ തോമസ്. പുഷ്പ ഏത് ഇടവകയെന്നാ? സെന്റ് ഗ്രിഗോറിയോസ്, ഹ്യൂസ്റ്റൺ. സെന്റ് ഗ്രിഗോറിയോസ്. Yes. വെരി ഗുഡ്.
യാ, നന്നായി വായിച്ചു പുഷ്പ, താങ്ക് യു. വെൽക്കം. അപ്പൊ ഈ 6 വാക്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സംഗതികൾ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ഈ കത്ത് എഴുതുന്ന സമയത്ത് ഏത് സ്ഥലത്തായിരുന്നു എന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ ഒത്തോ? പരിശുദ്ധ പൗലോസ്ലീഹ എവിടെ ഇരുന്നുകൊണ്ടാണ് ഈ 2 കൊരിന്ത്യ ലേഖനം എഴുതുന്നത്? തെറ്റ് പറയുന്നതിന് മാസിഡോണിയയിൽ വെച്ച്. മാസിഡോണിയ, മക്കതോന്യ. ഗൂഗിളിൽ നോക്കി പറയില്ല കേട്ടോ, വേദപുസ്തകം നോക്കി. മക്കതോന്യയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത്. അപ്പൊ ഈ മക്കതോന്യ എന്ന് പറയുന്നത് എവിടെയാ? അത് ഒരു പറഞ്ഞു അത് മാസഡോണിയ എന്ന് പറയുന്ന ഒരു വലിയ റീജിയൻ ആണ്. ഗ്രീസിന്റെ പാർട്ടായിരിക്കുന്ന ഒരു വലിയ റീജിയൻ ആണ് ഈ മാസഡോണിയ, മക്കതോന്യ. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ എഴുതുന്നത്. കോരിന്ത് എന്ന് പറഞ്ഞ വേറൊരു ഐലൻഡ് ആണ്. ആ ഐലൻഡിലുള്ളവർക്ക് വേണ്ടിയിട്ട് എഴുതുകയാണ്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മക്കതോന്യ സഭയിലെ അല്ലെ മാസഡോണിയയിലുള്ള സഭയിലെ പല അല്ലെങ്കിൽ ആ സഭയിലുള്ളവരുടെ ഔദാര്യത്തെ പരിശുദ്ധ പൗലോസ്ലീഹ പ്രത്യേകമായി ഓർക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ഔദാര്യങ്ങൾ ഈ മാസഡോണിയക്കാര് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊരുപാട് നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ വാംത്, ചൂട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു മാതൃകാപരമായ ജീവിത രീതിയായിരുന്നു എന്ന് പരിശുദ്ധ പൗലോസ്ലീഹ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഈ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും ഈ ലേഖനത്തിൽ എഴുതുന്നു എന്ന് പരിശുദ്ധ പൗലോസ്ലീഹ അവിടെ നമുക്ക് കാണിച്ചു തരും. അപ്പം ഈ മക്കതോന്യയിലെ സഭയിലെ ആളുകളെ കുറിച്ച് ആർക്കാണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്? കോരിന്ത്യർക്ക് എഴുതും. കോരിന്ത്യരോട് പറയാണ് മക്കതോന്യക്കാർ എന്താണ് ചെയ്തത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറയാം. അപ്പം കോരിന്ത്യരിലെ അവർ അത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പാസീവ് അഗ്രസീവ്നെസ് എന്ന് പറയുന്ന പരിപാടി ഇഷ്ടം പോലെ കാണാറുണ്ടല്ലേ? നിങ്ങൾക്കറിയാം പാസീവ് അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? ഇല്ല, എന്ന് ഗൂഗിൾ ചെയ്ത് പഠിക്കണം കേട്ടോ. നല്ല വളരെ ഉപകരിക്കുന്ന ഒരു സാധനം. പ്രത്യേകിച്ച് മലയാളികളെല്ലാം ഇതിന്റെ മാസ്റ്റേഴ്സാണ്. പാസീവ് അഗ്രസീവ്നെസിന്റെ മാസ്റ്റേഴ്സ് ആണ് ഈ മലയാളികളെല്ലാം. എങ്ങനെയാണെന്നറിയാം, നമ്മളിപ്പോ ആരെ കണ്ടാലും നോക്കണം, ഒരു 2 വർഷത്തിന് ശേഷം ഒരാളെ കാണുക, ആദ്യം മലയാളി എന്നുള്ള നിലയിൽ ആദ്യം പറയുന്നത് എന്തായിരിക്കും? എന്തുകൊണ്ടെന്നൊന്നും മലയാളി ചോദിക്കുകയില്ല. മലയാളികൾ എന്തായിരിക്കും പറയുന്നത്? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. മലയാളി അങ്ങനൊന്നും അല്ല പറയുന്നത്. മലയാളി പറയുന്നത് നമ്മളെയൊക്കെ അറിയുവോ, പാവപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനാണ് ഈ പാസീവ് അഗ്രസീവ് എന്ന് പറയുന്നത്. പരിശുദ്ധ പൗലോസ്ലീഹയുടെ ലക്ഷ്യം അതല്ല, പകരം നേരെ സംസാരിക്കുക. പാസീവ് അഗ്രസീവ്നെസ് എന്ന് പറയുന്നത് വളരെ സുമ പറഞ്ഞു. Sorry, it was an accident. ഓക്കെ, കുഴപ്പമില്ല. അപ്പം പാസീവ് അഗ്രസീവ്നെസ് നമ്മുടെ സ്വഭാവത്തിൽ അല്ലാതെ അത് ക്രിസ്തീയമല്ല. നമുക്കൊരു കാര്യം ഒരാളോട് പറയാനുണ്ടെങ്കിൽ അത് നേരെ പറയണം, മനസ്സിൽ വെച്ച് വേറൊന്നും പറയാൻ പാടില്ല. ഇത് ഒന്നാമത്തെ വലിയ ലെസൺ ഇതാ നമ്മളിവിടെ പഠിക്കുന്നത്. മനസ്സിൽ വെച്ച് ഒരു വകയും പറയും. നമ്മൾ തമാശ പറയാം, ചിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരാളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, മിണ്ടാതിരിക്കാം. പാസീവ് അഗ്രസീവ്നെസ് പാടില്ല. അപ്പം നേരെ പറയുക, ഞാൻ ഈ സ്ഥലത്ത് ഇരിക്കുന്നു, ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, മക്കതോന്യ സഭയിലെ ആളുകളുടെ ദാനത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ദാനം? പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദാനം എന്ന വാക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒന്നിനെയാണ് ദാനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ദാനം എവിടുന്നാ വരിക? ദൈവത്തിൽ നിന്നാണ് ദാനങ്ങൾ വരിക. അപ്പം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സംഗതിയെ മനുഷ്യന്റെ നിലവാരത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് പൗലൂസ് ഇവിടെ നടത്തുന്നത്. അപ്പം ശ്രദ്ധിച്ച് കേട്ടോണം, ഇതിൽ ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് പോയിന്റിലേക്ക് ഇത് കൊണ്ടുപോയി എത്തിക്കുന്നത്. വെറുതെ തമാശന് പറയുമല്ല.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരിടത്ത് കൊണ്ടുപോയി വെക്കുക ചെയ്തത്. അപ്പോൾ എന്താണ് ദാനം? ഈ ദാനം എന്ന് പറയുന്നത് സാമ്പത്തിക സഹായത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ അറിയാതെ ഈ എന്നാ പറഞ്ഞാലും ദാനം കൊടുക്കണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം, ദാനം ചെയ്യണം എന്ന് മനസ്സുപോലെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ദാനം ചെയ്യണമെന്ന് പറയുന്നത് അതിന്റെ റിയൽ സെൻസിൽ എവിടുന്നാ വന്നേക്കുന്നത്? ദൈവത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ദാനത്തിന് സമാനമായി നമുക്ക് ദാനം ചെയ്യാൻ പറ്റണം. ഇപ്പം ഈ വാർത്തകളിലൊക്കെ ഏറ്റവും കൂടുതൽ നിറയുന്നത് മല്ലപ്പള്ളിയിലെ ഉള്ളൊരു ഒരു കുഞ്ഞു കൊച്ച് ആക്സിഡന്റിൽ ആ കുഞ്ഞിന്റെ അവയവങ്ങൾ എന്ത് ചെയ്തു? അല്ലെ? അപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇല്ലാതെ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക സഹായത്തെ കുറിച്ചാണ്. ഞാൻ ഒരു നിമിഷം എടുത്ത് ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനം എന്തായിരിക്കും നിങ്ങളുടെ വിചാരം? പെട്ടെന്ന് എല്ലാരും പറയാൻ പോണ പണമാണെന്നാ? സമയമാണ്. സമയമാണ് ഏറ്റവും വലിയ ദാനം. എന്നറിയാമോ? അതിന് കാരണം പറയാം. സമയം നിങ്ങൾ ദാനം ചെയ്താൽ നിങ്ങളുടെ സമയത്തിൽ നിന്നൊരു പങ്ക് ഒരാൾക്ക് കൊടുക്കുക ചെയ്യുന്നു. 2, ഈ കൊടുക്കുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല, അത് പോയി. അതുകൊണ്ട് സമയമാണ് ഏറ്റവും വലിയ ദാനം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സമയത്തെ ഒരു അളവ്, മിനിറ്റ് സെക്കൻഡ് എന്നുള്ള നിലയിലല്ല, അതിനെ ടച്ച് ചെയ്യാവുന്ന ടാഞ്ചിബിൾ ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്താൽ അതിന്റെ പേരെന്തായിരിക്കും? സമയത്തെ തൊടാൻ നോക്കുവോ? ആരെങ്കിലും സമയത്തെ തൊട്ടിട്ടുണ്ടോ? ഈ അച്ഛൻ മര്യാദക്കാണ് അവിടെ ഇരുന്നാ പോരെ, വേണ്ടതിനും ചോദിക്കുന്ന വല്ല ആവശ്യമുണ്ടോ? അല്ലേ? സമയത്തിൽ തൊട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇല്ല. അപ്പൊ സമയത്തെ തൊടാവുന്ന രീതിയിൽ മാറ്റുന്ന ഒരു പരിപാടിയാണ് ജോലി. സമയത്തെ തൊടാവുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു സംഗതിയാണ് നമ്മൾ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ജോലി ചെയ്താൽ നിങ്ങളുടെ സമയം നിങ്ങളുടെ എംപ്ലോയർക്ക് വിൽക്കുകയാണ്. നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ സ്കില്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ടൈം ഈസ് മണി എന്ന് പറയുന്നതിന്റെ പിന്നിലെ അർത്ഥം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? So you are multiplying your skill with the time and then you are making some money. Maybe ഒരു മണിക്കൂറിന് $100 അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് $150 ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പേ ചെക്കില് 80 മണിക്കൂർ ആ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങളുടെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ തൊടാവുന്ന പരുവത്തിലാക്കി എടുക്കും. ഇപ്പൊ നിങ്ങൾ എന്നോട് പറയുമായിരിക്കും, അച്ഛാ പണത്തെ കൈകൊണ്ട് തൊട്ടിട്ട് എത്ര വർഷമായെന്ന് അച്ഛൻ അറിയാമോ? അച്ഛൻ അറിയരുതോ എന്ന് നിങ്ങൾ പറയാം. നമ്മളെല്ലാവരും ഉരക്കിലാണല്ലോ ഇപ്പൊ, അല്ലേ? ഇപ്പൊ ഉരക്കിലൊക്കെ ആയിരുന്നു കുറെ നാള്. ഇപ്പൊ ഉരക്കിൽ കഴിഞ്ഞപ്പോ തോണ്ടലായിട്ടുണ്ട്. പണം ഒരാൾക്ക് കൊടുക്കാനായിട്ട് ഇപ്പൊ ഉരക്കണ്ട, പകരം തോണ്ടിയാ മതി. ഇനി കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അതും വേണ്ടായിരിക്കും. കണ്ണടച്ച് കാണിച്ച കാശ് പോകുന്നൊരു പരിപാടി വരുമായിരിക്കും. എന്തായാലും കൊള്ളാം, അതിനെ നമുക്ക് ടാഞ്ചിബിൾ ആക്കാൻ പറ്റും. ഈ ടാഞ്ചിബിൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ സാമ്പത്തിക സഹായത്തെ കുറിച്ചുള്ള പരിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഈ എഴുത്തിന് അർത്ഥം മനസ്സിലാവുന്നത്. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? ആരെങ്കിലൊക്കെ യേസ്നോയൊക്കെ പറ, അല്ലെങ്കിൽ വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോരിന്തിലെ ആളുകളോട് മക്കദോന്യക്കാര് സഹായിച്ചതുപോലെ, സാമ്പത്തികമായി സഹായിച്ചതുപോലെ നിങ്ങളും സഹായിക്കണം എന്ന് പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു. അപ്പൊ അവിടെ ഒരാളെ ചൂണ്ടിക്കാണിക്കാതെ അവനെ കണ്ടോ അതുപോലെ. ഇത് നമ്മൾ മലയാളികളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ, അല്ലേ? നമ്മൾ ആദ്യം എല്ലാവരും കമ്പാരിസന്റെ വലിയ ഉസ്താദുക്കളാണ്. അവനെ കണ്ടോ, ഇവനെ കണ്ടോ, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. ഇതാ നമ്മുടെ ഒരു രീതിയാണ്. പക്ഷെ അതിന്റെ നല്ല അർത്ഥത്തിൽ നമ്മൾ എടുക്കണം. അതിന്റെ നല്ല അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഈ കമ്പാരിസൺ ഓക്കെയാണ്.
അപ്പം അവിടെ ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ഈ മക്കതോനിയയിലെ ആളുകളുടെ ദാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവര് അവരുടെ സമൃദ്ധിയിൽ നിന്നല്ല ദാനം ചെയ്തത്, പകരം അവരവരുടെ ഇല്ലായ്മയിൽ നിന്നാണ് ദാരിദ്ര്യം ദാനം ചെയ്തത്. അവരവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാനം ചെയ്തു. മറ്റു പലരും അവരുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു തമാശ ഉണ്ട്. ഒരു തമാശ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണ്? ഞാനൊരു കാര്യം ഒരാളുടെ നിന്ന് പഠിച്ചു ഒരിക്കൽ. ഞാനൊരു വീട്ടിൽ ഇങ്ങനെ, നാട്ടിലാട്ടോ, ഒരു വീട്ടിൽ ഇങ്ങനെ രാവിലെ പോയി. അപ്പം ഞങ്ങള് വീടിന്റെ ഈ സിറ്റ് ഔട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കക്ഷി ഗേറ്റ് തുറന്ന് കയറി വന്നു. കയറി വന്നപ്പോഴത്തേനും ഈ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ മിണ്ടരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, മിണ്ടത്തില്ല. ഞാൻ വിചാരിച്ചത്, ഞാൻ രാവിലെ അവിടെ ഇരിക്കും, അച്ഛാ മിണ്ടരുത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആവശ്യമില്ല, നേരത്തെ കയറി വരുന്നതാണ്, അവരോട് ഞാൻ മിണ്ടരുതെന്ന് പറയേണ്ട കാര്യം എന്നാന്ന് ഇങ്ങനെ ആലോചിച്ചു. എന്നാലും വേണ്ടിയല്ല, മിണ്ടായിരുന്നേക്കാന്ന് വിചാരിച്ചു. ഞാൻ മിണ്ടാതിരുന്നു. ഇവനകത്തുനിന്ന് ഈ ഗേറ്റ് തുറന്ന് കയറി ഇങ്ങോട്ട് വരുന്ന പരുവത്തിന് തന്നെ ഈ കൃഷി പറഞ്ഞു, ആ കുഞ്ഞോൻഷൻ എന്നോട് വിശേഷമൊക്കെ, ഞാൻ കുഞ്ഞോൻഷൻ ഇത് കാണണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് കേസിട്ട് എന്നോട് മിണ്ടരെന്ന് പറഞ്ഞിട്ട് വലിയ സ്നേഹത്തിലാണല്ലോ ഇവർ വർത്താനം. അടുത്ത സെന്റൻസ് കുഞ്ഞോൻഷൻ മറുപടി പറയുന്നതിന് മുമ്പായിട്ട് അടുത്തത്, എനിക്കൊരു 25,000 രൂപ കാണും കേട്ടോ. കുഞ്ഞോൻഷന്റെ കാണുമായിരിക്കുമല്ലോ, ഞാൻ ചോദിക്കാൻ വേണ്ടി 2 ദിവസമായിട്ട് കുഞ്ഞോൻഷനെ കാണണമെന്ന് ഓർത്തിരിക്കുക. 25,000 രൂപ വേണം. പിന്നെ ഞാൻ അന്നേരം കൂടുതൽ പെർപ്ലെക്സ് ആയി. ഇതെന്തോ എന്നോട് മിണ്ടരെന്ന് പറയാൻ കാശ് ചോദിക്കുകയും ചെയ്യണ്ട, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചപ്പോഴായിരുന്നു, ഞാൻ കൊടുക്കുകയല്ലേ, അമേരിക്കയിൽ നിന്നൊക്കെ വന്നിരിക്കുകയല്ലേ, അപ്പം ഞാൻ കൊടുക്കുമല്ലോ, കാരണം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട വ്യക്തിയുമാണ്. അപ്പോഴേ ഈ കുഞ്ഞോൻചമ്മ എൻ്റെ ബന്ധുവിന്റെ പേര് പറഞ്ഞാണ്, ഈ വാഗ്ദാനക്കാരുടെ ഒരു ഭാഷയിലൊക്കെ സംസാരിച്ചേച്ച് പറഞ്ഞു, ഞാൻ ഇച്ചിരി കാശ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേ. ആ എൻ്റെ പൊന്നു കുഞ്ഞോൻച്ച, ഒരു മാർഗവും ഇല്ല, ഞാൻ ഇച്ചിരി കാശിന് ഇരിക്കുകയായിരുന്നു. അപ്പം അന്നേരം കുഞ്ഞോൻച്ചൻ ഇങ്ങോട്ട് വന്നേ. ഇല്ലേ എൻ്റെ പൊന്നെ, കഷ്ടം. എന്നാ പിന്നെ ഞാൻ എന്നാ പറയാനാ, ഞാൻ ഈ അച്ഛനോട് വർത്താനം പറയാം, എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. കുഞ്ഞോൻച്ചൻ വന്നതിനേക്കാളും വേഗത്തിൽ തിരിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ 1 മിനിറ്റ് നേരം ഞാൻ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചാൽ എന്തുവായിരുന്നു ഈ സംഭവിച്ചത്, എന്നാ ഒന്ന് മനസ്സിലാക്കി തന്നെ. പറഞ്ഞ ആ പുള്ളിയോട്, ഇവനെ കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ല, അപ്പൊ അവന്റെ കാശ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട്ട് പോകുകയില്ല, പകരം അവനെ പറഞ്ഞു വിടാനുള്ള ഏക മാർഗം അവനോട് കാശ് ചോദിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ എന്തോ ഒരു മണ്ടന, ഇത്രയും നാളായിട്ട് എനിക്ക് ഈ ടെക്നിക്ക് അറിയാൻ പാടില്ല. ഇതിന്റെ പേരാണ് ട്രിക്ക്. ഇപ്പൊ നിങ്ങളെ ഒരു ട്രിക്ക് പഠിച്ചില്ലേ? പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്ന ഇത്തരം ട്രിക്കുകൾ പാടില്ല എന്ന്. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കണം. അവിടെ ദാരിദ്ര്യം പറയുകയും വരുത്, ഉള്ളത് കൊടുത്താൽ മതി. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതി നമ്മൾ അതിനകത്തുനിന്ന് പഠിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവര് ഈ എന്തുകൊണ്ടാണ് ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തത്? കാരണം ഇല്ലായ്മയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്ക് അറിയാം. ഇല്ലായ്മയിലായിരിക്കുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്ക് അറിയാം. ഈ 1990s-ലും 2000s-ന്റെ തുടക്കത്തിലും ഒക്കെ അമേരിക്ക വന്നവർക്ക് ഈ ഇല്ലായ്മയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും. അത് കഴിഞ്ഞിട്ട് വന്നവർ കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലാണ് വരുന്നത് പോലും. 1960-കളിൽ അമേരിക്ക വന്നവരുടെ കയ്യിൽ ആകെ $8 ഉണ്ടായിരുന്നു. $8 ഉണ്ടായിരുന്നു. അന്ന് ആ $8 കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ വലിയ സർക്കസ് കളിച്ചിട്ട് $8 കൊണ്ട് വന്നത്. അന്ന് $1 4 രൂപ ആയിരുന്നു. 1972 കഴിഞ്ഞപ്പോഴത്തേന് നിക്സണുമായിട്ട് ഇന്ദിരാഗാന്ധി സംസാരിച്ചപ്പോൾ 4 എന്നുള്ളത് $8 രൂപയായി. എൻ്റെ ആദ്യത്തെ ഓർമ്മയിൽ $1 എന്ന് പറഞ്ഞ $8 രൂപയായി. അത് ഞാൻ ഓർക്കുന്ന ഒരു കൊച്ചു സംഗതി പറയാം. കാഷിയോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ഇപ്പൊ അതുണ്ടോ എനിക്ക് ഇല്ലൊന്നുമില്ല, എനിക്ക് അറിയാൻ പാടില്ല. അവർ കാഷിയോ വാച്ച് ഉണ്ടാക്കുമായിരുന്നു. ഒരിക്കലും എൻ്റെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ അമ്മാവൻ അമേരിക്കയിൽ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഇപ്പോഴുണ്ട്, ഒരു നമ്പൂതിരിയാണ്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഈ ഡോക്ടർ വന്നിട്ട് അനന്തരവന് കാഷിയോയുടെ ഒരു ഇലക്ട്രോണിക് വാച്ച് കൊടുത്തു. അപ്പൊ ഈ വാച്ച് 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് കേടായി കഴിഞ്ഞപ്പോഴത്തേന് ഇത് നന്നാക്കുന്ന എങ്ങനെയാന്നൊക്കെ അമ്മാവൻ എഴുത്തെഴുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അമ്മാവന്റെ മറുപടി 1.5 മാസം കഴിഞ്ഞപ്പോൾ വന്നു, അതായത് കളഞ്ഞേര്, അത് $1 വാച്ചാണ്. കാഷിയോയുടെ ഇലക്ട്രോണിക് വാച്ചിന് $1 ആയിരുന്നു വില. അപ്പം 8 രൂപയുടെ വാച്ച് ഇങ്ങോട്ടേക്കാണ് ഞാൻ ഇത്രയും കാലം നടന്നത്. നാട്ടിൽ കാഷിയോയുടെ ഇലക്ട്രോണിക് വാച്ചാണെന്ന് പറഞ്ഞ് പുള്ളി ഞെളിഞ്ഞ് നടന്നു കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഞാൻ ഈ കെട്ടിക്കൊണ്ട് നടന്ന വാച്ചിന് 8 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അമേരിക്കയിൽ ഉണ്ടായിരുന്നവരുടെ ഇല്ലായ്മ എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതായിരുന്നു. ഒരു നഴ്സിന് അക്കാലത്ത് 1 മണിക്കൂർ ജോലി എടുത്താൽ
$3 $3.50 ആയിരുന്നു കിട്ടിയിരുന്നത്. 1 ഗാലൻ പാലിന് 50 സെന്റ് വിലയുണ്ടായിരുന്നു. ഒരു ഗാലൻ ഗ്യാസിന് 60-70 സെന്റ് വിലയുണ്ടായിരുന്നു. ഇല്ലായ്മയിൽ ജീവിച്ച ഒരു തലമുറ. ആ തലമുറയാണ് അമേരിക്കയിൽ ഇത്രയും പള്ളികൾ ഉണ്ടാക്കിയതെന്നും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ഈ ഇല്ലായ്മയിൽ നിന്നും കൊടുക്കുന്നതിൻ്റെ ഒരു സാങ്കത്യം നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് എത്ര ഇല്ലായ്മയുണ്ടെങ്കിലും ആ ഇല്ലായ്മയിൽ നിന്നും ഉള്ളതുപോലെ കൊടുത്ത ഒരു സഭയാണ് ആര്? മക്കദോന്യയിലെ സഭ. ഇനി രണ്ടാമത്തെ കാര്യം, അവർ കഷ്ടതയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നേരവും. അവരുടെ ഇല്ലായ്മയെല്ലാം തീർന്ന് അവർ വലിയ ധനവാന്മാരായില്ല. അവർക്ക് അന്നേരവും കഷ്ടതയാണ്. ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ് അവരത് ചെയ്തത്. മൂന്നാമത്തെ കാര്യം, ആരും ഹേമിച്ചിട്ടല്ല അവർ ഈ സഹായം ചെയ്തത്. ആരും ഹേമിച്ചില്ല അവരെ. നിങ്ങളിത് കൊടുക്കണം എന്ന് അവരോട് ആരും നിർബന്ധിച്ചില്ല. പകരം അവർ സ്വമേധയാ മുന്നോട്ട് വരികയായിരുന്നു, ഞങ്ങൾ കൊടുക്കാം. നാലാമത്തെ കാര്യം, ഈ ഔദാര്യത്തിന് അവരെ സന്നദ്ധമാക്കിയത് അവര് അനുഭവിച്ച ദൈവകരുണയും അവരെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതും ആണ്. അതായത് ദൈവകരുണ അവരിൽ പ്രവർത്തിക്കുകയും അവരെ തന്നെ അവര് ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തപ്പോഴാണ് അവർ ഈ വലിയ കാര്യത്തിന് തയ്യാറായത്. അപ്പൊ ഇത് ചെയ്തത് അവരിത് ചെയ്യാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അവർ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. 2, അവരിത് ചെയ്യുന്നത് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന് വേണ്ടി കൂടിയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനിൽ അവർ ആരെ കണ്ടു? ദൈവത്തെ, യേശുക്രിസ്തുവിനെ കണ്ടു. വെരി ഗുഡ്. യേശുക്രിസ്തുവിനെ കണ്ടു. ചുരുക്കം പറഞ്ഞാൽ നേതൃത്വത്തിൽ ദൈവത്തെ കാണാൻ അവർക്ക് സാധിച്ചു. മറ്റൊരർത്ഥം പറഞ്ഞാൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വളരെ ദൈവ അനുരൂപിയായി ജീവിച്ചതുകൊണ്ട് അവർ ദൈവത്തെ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനിൽ കണ്ടു. ഇത് വലിയ ഉത്തരവാദിത്വമാണ്. ഇത് പഠിക്കുന്ന നമ്മുടെ തോളിലും വെക്കുന്നത്. എന്ത്? നമ്മളെ കാണുന്ന ഒരാൾക്ക് ആരെ കാണാൻ പറ്റണം? ദൈവത്തെ കാണാൻ പറ്റണം. ഈ കണ്ണാടി വെക്കുന്ന ഒരു കണ്ണാടി ഒന്ന് എടുത്തിട്ട് ഒരു നിമിഷം ഒന്ന് കണ്ണാടി ഒന്ന് എടുത്തേ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? എനിക്ക് ആകപ്പാടെ ഒരു പുക മാത്രമേ കാണുന്നുള്ളൂ. ഇനി തിരിച്ചു വെച്ചോ. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ഈ ക്ലിയർ ആയതിന്റെ കാരണം? നമ്മുടെ കണ്ണിന്റെ കുഴപ്പത്തെ ഈ കണ്ണാടി മാറ്റി അല്ലേ അതിന്റെ അർത്ഥം? അതല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? അപ്പൊ ദൈവത്തിൽ നിന്ന് ദൈവത്തെ ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ ആ കണ്ണാടി എടുത്ത് വെച്ചാൽ മാത്രമേ എന്ത് കാണാൻ ഒക്കുള്ളൂ? നന്മ കാണാൻ ഒക്കുള്ളൂ. അപ്പോൾ മക്കദോനിയയിലെ ആളുകൾ എങ്ങനത്തെ കണ്ണാടി വെച്ചുകൊണ്ടാണ് കർത്താവിനെ കാണാൻ പോയത്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ കണ്ടത്? ദൈവകൃപ. അല്ലല്ല, ദൈവകൃപ എന്നല്ല പറയേണ്ടത്. ദൈവത്തിന്റെ ദൈവികമായ കാഴ്ചപ്പാടെന്നുള്ള ഒരു കണ്ണാടി വെച്ച് നോക്കിയിട്ട പരിശുദ്ധ പൗലോസ് അപ്പോസ്തലനിൽ ദൈവകരുണ കണ്ടത്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, നമ്മളും ഇതുപോലെ ആയിത്തീരണം. അതായത് നമ്മളെ കാണുന്ന ഒരാൾ ആരെ കാണണം? ദൈവത്തെ കാണണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വേറൊരാളെ കാണുന്നത് എങ്ങനെയായിരിക്കണം? ദൈവത്തെ കാണുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ കണ്ണാടി ദൈവികമായ കണ്ണാടിയായിട്ട് വെക്കണം. കൊരിന്തിലെ മനുഷ്യർ അങ്ങനെ ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന് വേണ്ടിയിട്ട് ഇവര് ഇത് ചെയ്യുകയാണ്. ഈ ദാനം നൽകുന്നതിൽ കൃത്യമായ ഒരു ഔദാര്യം അവർ കാണിച്ചു. ദൈവകൃപയിൽ സമ്പന്നരായിരിക്കുന്ന കൊരിന്ത്യർ ഈ മക്കദോന്യക്കാരെ പോലെ ആയിത്തീരണം
എന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ ആവശ്യപ്പെടുകയാണ്. അതാണ് പരിശുദ്ധ പൗലോസ് ലീഹ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത്. ആരെ പോലെ ആയിത്തീരണം? മക്കതോന്യക്കാരെ പോലെ. മക്കതോന്യക്കാരെ പോലെ ആരായിത്തീരണം? കൊരിന്ത്യർ ആയിത്തീരണം. അങ്ങനെ ആയിത്തീർന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? കറക്റ്റ്. ദൈവകൃപ നിങ്ങൾക്ക് അനവരതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെ പോലെ ആയിത്തീരണം? നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ ദൈവകരുണ, ഏറ്റവും വലിയ ദൈവകരുണയായിരിക്കുന്ന നിങ്ങളുടെ സമയത്തെ നിങ്ങൾ പണമായി കൺവേർട്ട് ചെയ്ത് ആ പണം നിങ്ങൾ ഇവരുമായിട്ട് ഷെയർ ചെയ്യണം. ആരാണ് ഇത് ആർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാ ഈ പണം കളക്ട് ചെയ്യുന്നത്? വിശുദ്ധന്മാർക്കുള്ള ധർമ്മശേഖരത്തിന്. ഏതാണ്, എവിടെയാണ് വിശുദ്ധന്മാർ? അവരെവിടെ ഇരിക്കുന്നവരാ? യെരുശലേമിലെ അവരുടെ ഞെരുക്കത്തിൽ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അവിടെ യെരുശലേമിലെ ഞെരുക്കം എന്നായിരുന്നു ക്രിസ്ത്യാനികളുടെ? പണമില്ലാത്ത ബുദ്ധിമുട്ട്. എങ്ങനെ ഉണ്ടായതാ? എന്തുകൊണ്ടാണ് അവർക്ക് പണമില്ലാത്ത ബുദ്ധിമുട്ട് വന്നത്? സുവിശേഷ വേല. യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോയതുകൊണ്ട്. ബാക്കി യഹൂദന്മാരെ അവരെ റിജക്ട് ചെയ്തു. ആബ്സല്യൂട്ട്ലി. മറ്റുള്ള യഹൂദന്മാര് ഇവര് ക്രിസ്ത്യാനികളായി കഴിഞ്ഞപ്പോഴത്തേന് അവരെ രണ്ടാം കിട പൗരന്മാരായിട്ട് മാറ്റി, അവരെ കൂടെ കൂട്ടാതാക്കി. അവർക്ക് ദൈവകരുണയിൽ അവർ വളർന്നുവെങ്കിലും സമൂഹത്തിൽ അവർക്ക് വലിയ ഞെരുക്കങ്ങളുണ്ടായി. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം. ഈസ് ഇറ്റ് ക്ലിയർ? അല്ലാതെ അവർക്ക് ജോലി ഇല്ലാഞ്ഞിട്ടോ ജോലി എടുക്കാൻ പറ്റിയല്ലാതെ മടിയായിട്ടിരുന്നിട്ടോ നന്മമരമാകാൻ പോയത് കൊണ്ടൊന്നും അല്ല. അവർക്ക് ഞെരുക്കം വന്നു പോയതാണ്. എന്തുകൊണ്ടാണ് ഞെരുക്കം വന്നേ? അവര് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായി പോയത് കൊണ്ടുണ്ടായ ഞെരുക്കമാണ്. ഇത്രയും ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ ഈ ഒന്നാമത്തെ സെഗ്മെന്റിൽ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഇല്ല, എല്ലാം ക്ലിയർ അല്ലേ? വെരി ഗുഡ്. എനിക്കിഷ്ടമാണ് അങ്ങനെ കേൾക്കുന്നത്, എനിക്കിഷ്ടമാണ്. നമുക്കൊന്ന് രണ്ടാം സെഗ്മെന്റിലേക്ക് പോയാലോ? ആരാണോ വായിക്കുന്നത്? എന്നാൽ വിശ്വാസം, വചനം, 7 മുതൽ 15 വരെ വായിക്കണേ. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവേൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല, താല്പര്യപ്പെടുവാനും കൂടെ ഒരു ആണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കം ഉണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പീൻ. ഒരുത്തനെ മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവനെ ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷം, നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണം എന്നല്ല, സമത്വം വേണമെന്നത്രേ. സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുവിശേഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ഈ കൊരിന്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു. ആ നന്മകളെ പരിശുദ്ധ പൗലോസ് ലീഹ എഴുതി ഇവിടെ ഓർപ്പിക്കുക. നിങ്ങൾക്കുള്ള നന്മകളെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. നമുക്കൊരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ, കർത്തൃസന്നിധിയിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കില്ലാത്ത കുറവുകൾ, മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. നമുക്കില്ലാത്ത കുറവുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, അല്ലേ? ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്തെല്ലാം കുറവുകളാണെന്നറിയാം. നിങ്ങൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഈ അച്ഛന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കും.
എനിക്ക് എന്തുമാത്രം കുറവുണ്ടെന്ന് എനിക്കറിയാൻ അറിയാം. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും എൻ്റെ ജീവിതത്തിൽ? എന്റെ കുറവ്. എൻ്റെ കുറവുകൾ മാത്രമാണ്. എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, എനിക്ക് അതുകൂടി ഉണ്ടായിരുന്നത് നല്ലതായിരുന്നല്ലോ. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? കുറച്ചാൾ മുമ്പേ ഒരാളോട് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് ഒരു കുറവുമില്ല കേട്ടോ. നല്ല സാമ്പത്തിക ഭദ്രതയുണ്ട്, വളരെ സുന്ദരൻ, 6 അടി പൊക്കം, കപ്പളങ്ങ മുറിച്ച പോലെ ഇരിക്കും കണ്ടാല്, അങ്ങനെയൊക്കെ വളരെ മിടുക്കനായിരിക്കുന്ന ആള്. കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ അച്ഛാ എനിക്കൊരു സാധനത്തിന് കുറവുണ്ട്. സമാധാനം ഇല്ല. അപ്പൊ എന്താണ് സമാധാനം ഇല്ലാത്തത്? അദ്ദേഹത്തിനുള്ള കുറവുകളെ കുറിച്ച് 24 മണിക്കൂർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്തില്ല? സമാധാനമില്ല. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കൊരിന്ത്യരും അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അവരവരുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ലഭിച്ച നന്മകളെ കുറിച്ച് അവര് മറന്നുപോകുന്നു. നമ്മൾ ഓരോരുത്തരും നമുക്കുള്ള നന്മകളെ കുറിച്ച് ചിന്തിച്ചാൽ കുറവുകളെ കുറിച്ചുള്ള നമ്മുടെ സങ്കടങ്ങൾ ഒരുപാട് കുറഞ്ഞു പോകും. ഇത് കൊരിന്ത്യരെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ പരിശുദ്ധ പൗലോസ് ചെയ്യുന്നത്. കൊരിന്ത്യരെ കുറിച്ച് അവരുടെ നന്മകളെ കുറിച്ച് പറയുക. ദൈവകൃപയിൽ സമ്പന്നം, വിശ്വാസം, പരിജ്ഞാനം, ജാഗ്രത, അപ്പോസ്തോലന്മാരോടുള്ള സ്നേഹം, ഇത്രയും കാര്യങ്ങളിൽ അവർ വളരെ ധനികരാണ്. അറ്റ് ദിസ് ടൈം ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒന്ന് ആഹ്വാനം ചെയ്യുന്നത്, ഒരു നിമിഷം ഞാൻ തരാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നന്മകളെ കുറിച്ച് ഒരു പേപ്പർ, നിങ്ങൾ എഴുതുന്ന പേപ്പറിന്റെ സൈഡിലേക്ക് എത്ര നന്മയുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നൊന്ന് എഴുതി വെക്കാം. കൊരിന്ത്യരെ പോലെ ആകരുത് എന്ന് പരിശുദ്ധ പൗലോസ് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈസ് ഇറ്റ് ഈസി? എളുപ്പമാണോ? നമ്മുടെ നന്മകൾ എഴുതി വെക്കാൻ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? ആഹാ, ഒന്നാമത്തെ നന്മ എന്നാ നേരത്തെ പറഞ്ഞ ഈ കണ്ണാടിയാ. നമുക്ക് നല്ലൊരു കണ്ണാടി ഉണ്ടെന്നുള്ളടത്ത് തുടങ്ങണം നമ്മള്. രണ്ടാമത്തെ നന്മ എന്നോ കേൾവി ഉണ്ടെന്നുള്ളതാണ്. അത് കേൾവി പോയി കഴിയുമ്പോഴത്തേനും അത് പോയതിന്റെ സൂക്കേട് അറിയത്തുള്ളൂ. മൂന്നാമത്തെ നന്മ എന്നാ? നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ ഒക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ നന്മകളെല്ലാം എഴുതി വെക്കാന്നുണ്ടെങ്കിൽ കൊരിന്ത്യരുടെ കാര്യം പറഞ്ഞ പോലെയാ. അടുത്തത് എന്താണ്? യേശുക്രിസ്തുവിന്റെ മാതൃക, 9-ാം വാക്യം. ഔദാര്യത്തിന്റെയും പരസ്പര സ്നേഹ പ്രവർത്തനത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശുക്രിസ്തു. അവൻ ചെയ്തത് എന്താണ്? മനുഷ്യരെ പ്രതി സർവസമ്പന്നനായിരിക്കുന്ന ദൈവം ദരിദ്രനായി തീർന്നു. ഇത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിലും കേൾക്കുന്ന ഒരു സംഗതിയാണ്. കെനോട്ടിക് ക്രിസ്റ്റോളജി എന്ന് പറയും. താഴ്മയുടെ ഒരു ക്രിസ്റ്റോളജിയാണ്. അപ്പം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവൻ കർത്താവായിരിക്കെ തന്റെ ദൈവികമായ പദവിയെ മുറുകെ പിടിക്കാതെ അവൻ ആരായിത്തീർന്നു? മനുഷ്യനായി തീർന്നു. പാവമൊഴിയ സകലത്തിലും നമ്മളെ പോലെ ആയിത്തീർന്നു. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെ എന്തിനാണ് മനുഷ്യനായി തീർന്നത്? നമ്മളെ ദൈവത്തെ പോലെ ആക്കാൻ. കറക്റ്റ്. പരിശുദ്ധനായ അത്താനാസിയോസ്, അലക്സാന്ദ്രിയയിലെ അത്താനാസിയോസ് പറയുന്ന കാര്യം അതാണ്. ദൈവപുത്രൻ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാൻ മനുഷ്യപുത്രനായി തീർന്നു. ഇത് വളരെ വ്യക്തമായിട്ട് അവിടെ എടുത്തു പറയുക. അപ്പൊ അങ്ങനെ നമ്മളെ ഇങ്ങനെ ആക്കി തീർക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളൊരു കാര്യം അറിയണം കേട്ടോ. പരിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 20-ാം വാക്യം വായിച്ചു നോക്കിയാൽ അറിയാം. അവനൊന്നുമില്ലായിരുന്നു, ഒരു കുന്തവുമില്ലായിരുന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ സ്ഥലമില്ല. ഈ പാലത്തിന്റെ അടിയിലാണല്ലോ ഈ ഹോംലെസ് പീപ്പിൾ ഒക്കെ കിടക്കുന്നത് അല്ലേ?
മനുഷ്യപുത്രൻ അക്കാലത്ത് പാലത്തിന്റെ അടിയിൽ പോയി തലചായ്ക്കാൻ അക്കാലത്ത് പാലം പോലും ഇല്ലായിരുന്നു എൻ്റെ വിചാരം. അല്ല, അങ്ങനെയല്ല കേട്ടോ, റോമക്കാർക്ക് പാലമൊക്കെ ഉണ്ട്. റോമക്കാർ വലിയ കൺസ്ട്രക്ഷൻ പീപ്പിൾ ആയിരുന്നു. എനിവേ, തമാശ കളഞ്ഞാൽ മനുഷ്യപുത്രൻ അതുപോലും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കപ്പലിന്റെ ഈ വള്ളമൊക്കെ കരയ്ക്ക് കയറ്റി വെക്കുമല്ലോ, അതിന്റെ സൈഡിലൊക്കെ കിടന്നുറങ്ങുമായിരുന്നായിരിക്കും കർത്താവ് പലപ്പോഴും ചെയ്തിരുന്നു ചിലപ്പോൾ. പക്ഷെ കർത്താവിന്റെ വീടൊക്കെ ഉണ്ടായിരുന്നു, കഫർനഹൂം എന്ന് പറയുന്ന സ്ഥലത്തൊരു വീടൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, ഇനിയും കോരിന്ത്യരോട് പിന്നെ പറയുന്നത്, നിങ്ങൾ 1 കൊല്ലം മുന്നേ ഒരു കളക്ഷൻ ആരംഭിച്ചായിരുന്നു, അത് എവിടം വരെയായി? 1 കൊല്ലം മുന്നേ കോരിന്ത്യർ ഒരു കളക്ഷൻ ആരംഭിച്ചു, അത് എവിടം വരെയായി? ഒന്നും ആയില്ല. അതെന്താ അങ്ങനെ ആകാതെ നിൽക്കുന്നേ? അത് നിങ്ങൾ പൂർത്തീകരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രത്യേകമായിട്ട് 12-ാം വാക്യത്തിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. നിങ്ങൾ മക്കദോന്യക്കാർ ചെയ്തതുപോലെ, അവരുടെ പ്രാപ്തിക്ക് തക്കവണ്ണമോ അതിൽ കൂടുതലോ മക്കദോന്യക്കാർ ചെയ്തതുപോലെ നിങ്ങളും നിങ്ങളുടെ പ്രാപ്തിക്ക് തുല്യമായോ അതിൽ കൂടുതലോ ചെയ്യണം. പക്ഷെ ഒരുത്തനെ കൊണ്ട് കൊടുക്കാൻ മേലാത്ത അവൻ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഈസ് ക്ലിയർ? ഇനി ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഈക്വലൈസർ എന്താണെന്നറിയാം? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ വന്നപ്പോഴത്തേന് ഈ കാൾ മാർക്സ് ഒക്കെ ഉദ്ദേശിച്ചത് ലോകത്തിൽ മുഴുവനും സമത്വം കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ സമത്വം കൊണ്ടുവരുന്നത്? ഉള്ളവനില്ലാത്തവന് കൊടുക്കണം. കൊടുക്കുവല്ല, എടുത്തങ്ങ് വെക്കുക. ഉള്ളവന്റെ നിങ്ങൾ എടുക്കുക, ഇല്ലാത്തവന് കൊടുക്കുക. ആരെടുക്കും? ഗവൺമെന്റ് എടുക്കും. അതായിരുന്നു അവരുടെ പരിപാടി. അത് വിജയിച്ചില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മുടെ ചരിത്രം നമ്മളത് കാണിച്ചു തരുന്നുണ്ടല്ലേ. അത് വിജയിച്ചില്ല. പക്ഷെ ദൈവം എല്ലാ മനുഷ്യരും തുല്യരാകും. എപ്പോഴാണെന്നറിയാമോ? You know, the greatest equalizer in human life is death. മരണമാണ് ഏറ്റവും വലിയ ഈക്വലൈസർ. കാരണം അന്നേരം ഉണ്ടായിരിക്കുന്ന സകല സാധനവും ഇവിടെ വെച്ച് നമ്മൾ വണ്ടി വിടും. പക്ഷെ അവിടെ അത് സംഭവിക്കുന്നതിന് മുമ്പ്, മരണത്തിൽ ഈക്വൽ ആകാൻ പോകുന്നതിനേക്കാൾ മുന്നേ നമ്മളെ കൊണ്ട് ഈക്വൽ ആകാവുന്ന വിധത്തിൽ നമ്മൾ ഈക്വൽ ആകാൻ നോക്കണം. അതിന് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്നൊരു ഉദാഹരണം എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ മിക്കവാറും ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് വിചാരിക്കാറുണ്ട്. അതിതാണ് മന്ന പെറുക്കിയ കഥ. മന്ന പെറുക്കാൻ പോയി ആർത്തി കാണിച്ച് കുറെ പേര് കൂടുതൽ പെറുക്കി, 2 ഘട്ടം കൂടുതൽ പെറുക്കി അങ്ങ് എടുത്തു. അവസാനം കളിച്ചു പിടിച്ച് വന്നപ്പോഴത്തേന് കൂടുതൽ പെറുക്കിയവന് കൂടുതലുമില്ല, നിങ്ങൾ നിങ്ങളുടെ ധനം കൃത്യമായി വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് ആ തുല്യത കൈവരുത്താൻ നോക്കും എന്ന് ആരോട് പറയുന്നു? ആരോട് പറയുന്നു? കറക്റ്റ്, കോരിന്ത്യരോട് പറയുന്നു. ഇനി നമുക്കത് 3ാമത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? 10 മിനിറ്റ് കൂടി ഉണ്ട്. ആരാ വായിക്കുക? നിങ്ങൾക്കു വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അവൻ അപേക്ഷ കൈക്കൊണ്ട് എന്ന് മാത്രമല്ല, അത്യുത്സാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു. സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരിക്കുന്നു. അത്രയുമല്ല, കർത്താവിന്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടുയാത്രക്കാരനായി സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ആകുന്നു. ഞങ്ങൾ നടത്തിവരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു. ഞങ്ങൾ പലതിലും പലപ്പോഴും ശോധന ചെയ്ത് ഉത്സാഹിയായി കണ്ടു. ഇപ്പോഴോ തനിക്ക് നിങ്ങളെക്കുറിച്ച് ധൈര്യം പെരുകയാൽ അത്യുത്സാഹിയുമായിരിക്കുന്ന നമ്മുടെ സഹോദരനെയും അവരോടുകൂടെ അയച്ചിരിക്കുന്നു. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിനും മഹത്വവും തന്നെ. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും
ഒത്ത ദൃഷ്ടാന്തം സഭകൾ കാണെ അവർക്ക് കാണിച്ചു കൊടുത്തു. താങ്ക് യു ശാന്തി. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. വായിക്കാനൊക്കെ പറ്റും, പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു ശകലം കോംപ്ലിക്കേഷൻ. ശാന്തി മനസ്സിലായോ? ഒറ്റയടിക്ക് വായിച്ചോണ്ടെല്ലാം പിടി കിട്ടിയോ? എന്നേലും മനസ്സിലായി. ഏതാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ എത്തില്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടായി ഇത് മനസ്സിലാക്കാൻ. ഭാഷയുടെ കോംപ്ലിക്കേഷൻ, മലയാളത്തിലുള്ള എഴുത്തിന്റെ കോംപ്ലിക്കേഷനാണ് കേട്ടോ. അല്ലാതെ ഗ്രീക്ക് ഭാഷയിൽ അത് വായിക്കാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇതാണ് ഞാൻ നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ? ഈ ഡിസിപ്ലിൻ ആണ് ഇവിടുത്തെ വിഷയം. ശ്രദ്ധിച്ചു വായിക്കാം, നമുക്ക് നോക്കാം. പൗലോസിന്റെ സഹപ്രവർത്തകരായ ചില ആളുകളെ കുറിച്ച് ഇവിടെ പേര് പറയുന്നു. ഒന്നാമത്തെ ആളുടെ പേരാണ് തീത്തോസ്. തീത്തോസിനെ നമ്മൾ പൗലോസിൽ നേരിട്ട് ലേഖനം എഴുതുന്നത് പോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, തീത്തോസ്. രണ്ടാമത്തെ മൂന്നാമത്തെ ആളുടെ പേര് പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചു കാണിക്കണേ. അപ്പൊ തീത്തോസിന്റെ പേര് എന്തിനാ പറഞ്ഞത്? മറ്റുള്ളവരുടെ പേരെന്താ പറയാതിരുന്നത്? തീത്തോസ് കൂട്ടുവേലക്കാരന്. മറ്റുള്ളവരും അത് തന്നെ, മറ്റുള്ളവരെ കുറിച്ച് വലിയ വലിയ ശ്ലാഘനീയമായ സംഗതികളൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ പേര് കൂടുതൽ അധ്വാനിച്ചു. ഒരുപാട്. തീത്തോസ് മാത്രമേ, എല്ലാരും അധ്വാനിച്ചു, പക്ഷെ തീത്തോസിന്റെ പേര് പറയുന്നതിന്റെ കാര്യം തീത്തോസ് അത്യുത്സാഹിയായോണ്ടാണ്. തീത്തോസ് ആണ് അവിടെ ആരംഭിച്ചത് ഈ. കറക്റ്റ്. അതായത് തീത്തോസ് കോരിന്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മധ്യത്തിലുള്ള ഒരാളുടെ പേര് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ പറയുക? ഈ അനൗൺസ്മെന്റിനകത്ത് ആളുകളുടെ പേര് വിളിച്ചു പറഞ്ഞില്ല, അച്ഛന്മാർക്ക് ഇരിക്കപ്പുറത്തില്ല. ബർത്ത്ഡേ അനൗൺസ് ചെയ്യണം, പിന്നെ ആ പുകഴ്ച അനൗൺസ് ചെയ്യണം, ഈ പുകഴ്ച അനൗൺസ് ചെയ്യണം. എന്റെ വിചാരത്തിൽ നമ്മൾ ഈ പുകഴ്ത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ക്രിസ്തീയമല്ല. ഞാൻ ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യാം. എനിക്കറിയാം, ഞാൻ കുറച്ച് ഫ്രണ്ട്സ് എന്നെ ഉണ്ടാക്കുന്നതിന് പകരം ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള ഒരു പണിയും കൊണ്ടാണ് ഞാൻ ഇപ്പം ഇറങ്ങുന്നത്, എനിക്കറിയാം. എന്നാൽ പോലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പുകഴ്ച ആഗ്രഹിക്കുക. ഒരാൾ നമുക്ക് പുകഴ്ച തരുന്നുണ്ടെങ്കിൽ മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഒരാൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, മേടിച്ചോ, കുഴപ്പമില്ല. പക്ഷെ പുകഴ്ച ആഗ്രഹിക്കാൻ പാടില്ല. ഇതൊരു വലിയ ലെസണാണ് ഇതിനകത്ത്. കോരിന്ത്യരുടെ ഒരു പ്രശ്നമായിട്ട് പൗലോസ്ലീഹ പറയുന്ന, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വലിയ കാര്യം കൂടിയാണിത്. പുകഴ്ച എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ കുമ്പസാരിക്കുന്ന സമയത്ത് കുമ്പസാരിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. ഞാൻ പുകഴ്ച ആഗ്രഹിച്ചു എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന ഒരു സാധനം. ഇനിയും നോക്കിക്കേ, തീത്തോസിന്റെ പേര് പറഞ്ഞതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇല്ല തീത്തോസിന്റെ പേര് മിണ്ടത്തില്ലായിരുന്നു. കാരണം എന്താണ്? മധ്യത്തിൽ തന്നെ ഉള്ള ഒരാളെ കുറിച്ച്, അതെ, കോരിന്ത്യർക്ക് അറിയാവുന്ന ഒരാളുടെ അവിടെ നിങ്ങളുടെ നേതാവിനെ അവിടെ ആക്കിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം, ഈ അതായത് തീത്തോസും അവര് ഈ ധനം ശേഖരിക്കുന്നത് ഒരു പ്രത്യേക അത് തീത്തോസിന്റെ താല്പര്യപ്രകാരം തുടങ്ങിയ ഒരു സംഗതിയാണ്. ഇത് ദൈവത്തിന്റെ ദാനമാണെന്നാണ് പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. തീത്തോസിന്റെ കൂടെ രണ്ടുപേരെ അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഒരാള് പരിശുദ്ധ ലൂക്കോസ് ആയിരിക്കണം. ആരാണ് ഈ ലൂക്കോസ്? ശിഷ്യൻ. വേറെ എവിടെ അറിയാൻ പൗലോസ് ഈ ലൂക്കോസിനെ? ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികൾ എഴുതി. അയ്യോ, അതിലും വേറെ വലിയൊരു സാധനം എഴുതിയിട്ടുണ്ട് പുള്ളി. സുവിശേഷം എഴുതിയവനായ ലൂക്കോസ് പരിശുദ്ധ പൗലോസ്ലീഹയുടെ ശിഷ്യനായിരുന്നു. സുവിശേഷം എഴുതിയവനായ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ്. ഏതാ? ഒരു ഡോക്ടറെയാണ് വേലക്കാരനായിട്ട് വിട്ടേക്കുന്നത്. വൈദ്യനായ ലൂക്കോസ്. അതൊരു സാധ്യതയാണ് കേട്ടോ. നമുക്ക് കൃത്യതയൊന്നുമില്ല, എന്നാൽ പോലും ഒരു നല്ല സാധ്യത അതാണ്. ഇനി ഇത് സഭയാൽ തെരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെടുന്ന ആളാണ് ഈ ലൂക്കോസ്. സഭ തെരഞ്ഞെടുത്ത് അയക്കുകയാണ്. അപ്പോൾ അവിടെ പോകുന്നെന്ന് പറയുന്നത് എന്താണ്?
ഈ യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് സ്വന്തം ജീവനെയും സമയത്തെയും മാറ്റിവെക്കുകയാണ് ലൂക്കോസ് ഇവിടെ ചെയ്തത്. യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് സ്വന്തം സമയത്തെയും ജീവനെയും മാറ്റിവെക്കുന്നു. ഈ പ്രതിഫലമായിട്ടൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല. അടുത്ത സംഗതി എന്താ? നമ്മൾ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മള് ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കരുത്. പകരം നമുക്ക് കൊടുക്കാനുണ്ടാവും. അടുത്ത പ്രധാനപ്പെട്ട സംഗതിയാണ് അപവാദങ്ങൾ ഉണ്ടാകുന്നത്. പരിശുദ്ധ പൗലോസ് ശ്ലീഹായെ കുറിച്ച് ഇഷ്ടം പോലെ വാറോലകൾ ഇറങ്ങിയിരുന്നു അക്കാലത്ത്. വാറോല എന്ന് പറഞ്ഞ് മനസ്സിലായോ? അലിഗേഷൻസ് വെറും അലിഗേഷൻസ് അല്ല, അവര് അത് പ്രചരിപ്പിച്ചിരുന്നു. ഒരു കാലത്ത് പണ്ടൊക്കെ ഈ ലേഖനം എഴുത്തെഴുതി അയക്കുകയായിരുന്നു. എവിടുന്ന് ആരയക്കുന്നത് അറിയത്തില്ല. ഒരു വിശ്വാസി അങ്ങനെയായിരുന്നു 1990-കളിലും 2000-കളിലൊക്കെ മലങ്കര സഭയിലെ രീതി. അത് കഴിഞ്ഞ് ആ പരിപാടി നിന്ന് കഴിഞ്ഞ് പിന്നെ ഇമെയിലായി. ഇമെയിലിന്റെ ചുവട്ടിൽ ഒരു കൺസേൺഡ് ഫെയ്ത്ത്ഫുൾ. അത് കഴിഞ്ഞ് പിന്നെ വാട്സാപ്പിൽ കൂടിയായി. ഇപ്പം പേര് വെച്ച് പച്ചയ്ക്ക് യൂട്യൂബിൽ കൂടിയാണ്. ഈ അപവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നാണമില്ലാത്ത ഒരു സ്വഭാവമായിട്ട് അത് മാറിപ്പോകുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ പൗലോസിലെ പ്രത്യേകം പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അപവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നോക്കണം. നിങ്ങൾ സർവ്വകാര്യത്തിൽ നോക്കണം. അതുകൊണ്ടാണ് തീത്തോസിന്റെ കൂട്ടത്തിൽ ഓഡിറ്റേഴ്സ് ആയിട്ട് വേറെ 2 പേരും കൂടെ അയക്കുന്നു. ചെക്സ് ആൻഡ് ബാലൻസസ് വേറെ 2 പേരെ കൂടെ അയക്കാം. ഇവർ 2 പേരും വളരെ തങ്ങളുടെ ജീവിതം മൂലം അവരുടെ സ്വഭാവം പ്രൂവ് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തീത്തോസിനെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് ഒരു വിധത്തിൽ അപവാദം ഉണ്ടാകാത്ത വിധം അവർ ജീവിക്കണം. 2, ആവശ്യമില്ലാത്ത അപവാദം പറയരുത്. നമ്മളിന്ന് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ ഇത് വളരെ 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 രസമായിട്ട് കാണാൻ പറ്റും. ഈ പണം കൊടുക്കേണ്ടിയിരിക്കുന്നിടത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അഭ്യാസം കാണിക്കുന്ന ഒരുപാട് മനുഷ്യർ. അങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത് എന്ന് കൊരിന്ത്യരോട് ആര് പറയുന്നു? പൗലോസ് ശ്ലീഹ. അതുപോലെ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ പരിപാടി. എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ പാടെ വെളിവിളിയാക്കിയിട്ട് അത് ഇനിയിപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയായി കഴിയുമ്പോഴത്തേന് എന്നാ പിന്നെ ഞാനിത് എടുത്തോളാം എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകും. പിന്നെയാണ് വെടക്കാക്കി തനിക്കാക്കുക എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇങ്ങനത്തെ സംഗതികളൊന്നും നിങ്ങൾ ചെയ്യരുതെന്ന് പറയുകയും അതിന് ചെയ്യാനോ അല്ല അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാത്ത വിധത്തിൽ ആരായിരിക്കണം എന്ന് പറയുന്നു? കൊരിന്ത്യർ. നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ആയിരിക്കണം എന്ന് പറയുന്നു. നിങ്ങൾ എല്ലാവരും നേതൃത്വത്തിലുള്ളവരായതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക. ഇനിയും ഏറ്റവും അവസാനത്തെ കാര്യം ഇതാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യരോട് പറയുന്നു, നിങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ പ്രശംസയുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച് വലിയ പ്രശംസയുണ്ട്. ഈ പ്രശംസ നിങ്ങൾ തെളിയിക്കണം. You have to prove yourself. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പ്രശംസ മറ്റ് സഭകൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ നിങ്ങൾ അത് തെളിയിക്കണം. നിങ്ങൾ ഒരു നല്ല ക്രിസ്ത്യാനിയാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം. ആരുടെ ജോലിയാ ഇപ്പൊ നിങ്ങൾ നല്ല ക്രിസ്ത്യാനിയാന്ന് തെളിയിക്കുക എന്നുള്ള? ആരുടെ ജോലിയാ? കൊരിന്ത്യരുടെ ജോലി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താം. അതായത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാം കേട്ടോ. ഇപ്പോഴത്തെ ഒരു രീതി എങ്ങനെയെന്നറിയോ? ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് ആർക്കും ആരെക്കുറിച്ചും എന്ത് അപവാദം വേണമെങ്കിലും ഉന്നയിക്കാം, എന്തും പറയാം, ഒരു കുഴപ്പമില്ല. അത് ഫേസ്ബുക്കിൽ കൂടെ ആവാം, വാട്സാപ്പിൽ കൂടെ ആവാം, ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആവാം, ട്വിറ്ററിൽ കൂടെ ആവാം, എന്ത് മീഡിയയിൽ കൂടെ വേണമെങ്കിലും ആവാം. ആർക്കെതിരെ ആരോപണം ഉണ്ടാകുന്നോ അവരുടെ ജോലിയാണ് ഞാൻ കള്ളനല്ല വെള്ളനാണ് എന്ന് തെളിയിക്കാൻ. ഇന്നിപ്പം ഈ ജേർണലിസം അങ്ങനെ ആയിപ്പോയി.
അത് ശരിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് ക്രിസ്തീയമല്ല. പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല ഒരു വശത്ത്, മറുവശത്ത് നിങ്ങൾ നിങ്ങളുടെ സൽസ്വഭാവം തെളിയിക്കണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ ഒരാള് നമ്മളെക്കുറിച്ച് പറയുന്ന സംഗതികൾക്ക് എന്തുമാത്രം നമ്മൾ വില കൊടുക്കണം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട്, വേറൊരാൾക്കെതിരെ നമ്മൾ നല്ലവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാട് കഴിക്കണ്ട. പകരം നിങ്ങൾ നല്ലവരാണെന്ന് ദൈവത്തിന്റെ കണ്ണാടി വെച്ച് നോക്കുന്നവർക്ക് കാണാൻ തക്കവണ്ണം നിങ്ങൾ നല്ലവരായിരിക്കണം. ഇതാ പറയുന്നത്. Does it make sense? അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഭാഷയിലാണോ സംസാരിച്ചത്? മനസ്സിലാവുന്നുണ്ട്. ശാന്തി എന്നല്ല ഇത് വായിച്ചത്. ശാന്തിക്ക് പിടി കിട്ടിയോ? ശാന്തി, ഇപ്പൊ കൂടുതൽ ഇപ്പൊ കൂടുതൽ കൺഫ്യൂഷൻ. ശാന്തി ഒന്നും പറഞ്ഞില്ല. ശാന്തിക്ക് പിടി കിട്ടിയോ? നമ്മള് എന്ത് ചെയ്താലും അത് ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്യുക, അല്ലാതെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ ചെയ്യാതിരിക്കുക. രത്ന ചുരുക്കമാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം 10 മണി, ഞങ്ങളുടെ ഫ്ലോറിഡ പ്രകാരം 10 മണി കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കൊരിന്തിലുണ്ടായിരുന്ന വഴക്കെന്നായിരുന്നു? ആദ്യം പറഞ്ഞു. കൊരിന്ത്യരിലെ ഏറ്റവും വലിയ വഴക്കനായിരുന്നു അറിയാമോ? അത് ഞാൻ പറഞ്ഞു. വലുത് എന്തോ? ആരാ വലുതെന്ന്? അതല്ല ഏറ്റവും വലിയ വഴക്ക് അതല്ലായിരുന്നു. കേക്കാവോ? എനിക്ക് കേൾക്കാം, ഞാൻ കേട്ടു. കൊരിന്തിലുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള വഴക്കെന്നായിരുന്നു? അത് പറയാം. കൊരിന്ത്യയിലെ ഏറ്റവും വലിയ വഴക്കെന്ന് പറയുന്നത് അത് വിശുദ്ധ കുർബാനയുമായി അനുഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും. എന്നിട്ട് പള്ളിയിലിരുന്ന് അവരവരുടെ ഫുഡ് കഴിക്കും. അതൊരു ഷെയർ ചെയ്യത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി എന്ന് പറയുന്നത് ഞാനൊക്കെ വളർന്നു വരുന്ന കാലത്ത് വലിയ മുട്ടൻ ഫുഡായിരുന്നു കേട്ടോ. 1970s വലിയ മുട്ടൻ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേന് ബിരിയാണി കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ കല്യാണത്തിന് മാത്രമേ ഉള്ളൂ ബിരിയാണി. എല്ലായിടത്തൊക്കെ ചോറും കറികളും ഒക്കെ ആയിരുന്നു അക്കാലത്ത് വലിയത്. അപ്പൊ ഞാൻ ആ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്, അതിനെ അങ്ങനെ എടുക്കാം. അപ്പം ബിരിയാണി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് പബ്ലിക്കിൽ ഇരുന്ന് ഇത് കഴിക്കും. എൻ്റെ അപ്പുറത്തിരിക്കുന്നവൻ അവന് കഴിക്കാനൊന്നുമില്ല, അവൻ വെള്ളം കുടിക്കും. എന്നിട്ട് ഇവരെല്ലാരും വന്ന് യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കും. അതായിരുന്നു കൊരിന്തിലെ ഒരു വലിയ കുഴപ്പം. രണ്ടാമത്തെ കാര്യം, കൊരിന്ത്യര് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരാണ് വലുത് എന്നുള്ള ചോദ്യം ചോദിച്ചു. അതുപോലെ അവര് വിഗ്രഹത്തെ സഹിക്കുന്നവരുമല്ലായിരുന്നു ആദ്യം. ഈ വിഗ്രഹ അതിനെക്കുറിച്ച് പിന്നെ എപ്പോഴും സമയം കിട്ടുമെന്ന് ഞാൻ പറയാം കേട്ടോ. അത് നമ്മൾ ഒറ്റയടിക്ക് വായിക്കുന്ന കണക്കല്ല അവരുടെ ഈ വിഗ്രഹം. അവിടുത്തെ ഏറ്റവും വലിയ വിഗ്രഹാരാധന എന്ന് പറയുന്നത് അവരുടെ രാജാവായിരുന്നു, കൈസറായിരുന്നു. കൈസറുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കും. അത് ഞാൻ പിന്നൊരിക്കൽ മറന്നുപോലെ എന്നോട് ചോദിക്കണേ, ഞാൻ പിന്നൊരിക്കൽ പറയാം. അത് അതിൽ തന്നെ ഒരു വലിയ ഐറ്റമാണ്. അതുകൊണ്ട് ഞാൻ പിന്നത്തേക്ക് മാറ്റി വെക്കാം, കളയുമല്ലോ കേട്ടോ. പിന്നത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു ഇമ്മൊറാലിറ്റി. എന്താണ്? ലൈംഗികമായ ഇമ്മൊറാലിറ്റി ഉണ്ടായിരുന്നു. ഈ ലൈംഗികമായ ഇമ്മൊറാലിറ്റിയെക്കാളും വലിയ കുഴപ്പമായിട്ട് പരിശുദ്ധ പൗലോസ്ലീഹ കണ്ടത് യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളെ ഇവര് അപമാനിച്ചു എന്നുള്ളതാണ്. ഇനി വേറെ വല്ല ചോദ്യം ഉണ്ടോ? അവര് പൊതുവായിട്ട് അപമാനിച്ചാണോ ക്രിസ്ത്യാനികൾ അപമാനിച്ചാണോ? അവരുടെ ലൈഫിൽ ഇത് കുറെയൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളായിരിക്കുന്നവര് ഇങ്ങനെ ഈ സ്വഭാവമുള്ള ആളുകൾ ക്രിസ്ത്യാനികളായപ്പോ അവര് പഴയ സ്വഭാവം എന്ത് ചെയ്തില്ല? വിട്ടില്ല. അവരത് കൂടെ കൊണ്ടുവന്നു. അതിനെയാണ് പൗലോസ്ലീഹ വിമർശിച്ചത്.
ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഐ എം സോ ഹാപ്പി ടു സീ റേച്ചൽ ആൻറ്റി. യെസ്. ചോദ്യമായിരുന്നു, ഉം? ചോദ്യമായിരുന്നോ? ഈ ലാലിയാൻറ്റി ഞാനും തമ്മിൽ ഇങ്ങനെയാ കേട്ടോ. ഇതെന്റെ ടീച്ചറാ അച്ഛ. ആണോ? റേച്ചൽ ആൻറ്റി ഈസ് മൈ ടീച്ചർ. എന്നിട്ടൊന്നും പഠിച്ചില്ലല്ലോ. റേച്ചൽ ആൻറ്റി കേട്ടോ അത്? അച്ഛാ, ഈ ദൈവങ്ങളെ കുറിച്ചല്ല ഞാൻ പഠിപ്പിച്ചത്. അത് കലക്കി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. അപ്പം ലാലിയാൻറ്റി ഇനിച്ചിലൂടെ പഠിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. 10 മിനിറ്റ് ആകുന്നു. ഷിനി, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അച്ഛാ. That is it for today. ഈ ഒരു പേസ് ഓക്കെ ആണോ? ഒരു ദിവസം ഓക്കെ വിത്ത് ഇറ്റ്? Yes, this sounds good. And I think everybody is able to understand everything that you teach. കൂടുതലും സംശയങ്ങൾ കാണുന്നേ ഉള്ളൂ ഈ മൈന്യൂട്ട് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ. സംശയങ്ങൾ എന്നാ പറഞ്ഞേ? I said there would be more of doubts when we learn in depth. ഇതിപ്പോ ആർക്കും സംശയമൊന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആർക്കും മനസ്സിലായില്ലെന്നല്ലേ? അച്ഛനെ ഇത് വളരെ സിമ്പിൾ ആയിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു. വലിയ തിയോളജി ഒന്നും പറയാതെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് മനസ്സിലായി. Okay, good. Acha, I think they have said it. This was an amazing class today, and I'm so thankful that you agreed to teach us. This 1 hour was enlightening and entertaining at the same time. We learned it in a fun way, not like something very something that we cannot understand. You split it and you explained it very in very detail. Thank you so much, Acha, for your time. And if there is no more questions that anybody has, then we'll meet again next Thursday for the Bible class. But again, just an announcement that I want to make. നാളെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. സെയിം നമ്മുടെ ബൈബിൾ സ്റ്റഡി ഇംഗ്ലീഷിൽ നാളെ ഉണ്ട്. പിന്നെ തേഴ്സ്ഡേ വി ഹാവ് ദ ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ്. അപ്പം അതും കൂടെ ജോയിൻ ചെയ്യുക എല്ലാവരും. ബട്ട് വിത്ത് ജേക്കബ് മാത്യു അച്ഛൻ വി വിൽ മീറ്റ് അഗെയിൻ നെക്സ്റ്റ് ട്യൂസ്ഡേ. Thank you so much, Acha. We can wind up with a word of prayer. താങ്ക് യു അച്ഛാ. അച്ഛാ താങ്ക് യു. ഞാൻ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് പുകഴ്ത്തുന്നു. ഈ പുകഴ്ത്തലിലൊന്നും വീഴേണ്ട കാര്യമില്ല. അച്ഛന്റെ കാര്യം നോക്കി വല്ല പഠിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അച്ഛൻ ഇങ്ങനെ പലതും പറയും. നല്ലതാന്ന് അല്ല, അതുകൊണ്ടല്ല, നല്ലതാന്നൊക്കെ പലരും ഇങ്ങനെ ചുമ്മാ വെറുതെ പറയും. അതൊന്നും കാര്യമില്ല. അത് അച്ഛൻ കാര്യമുണ്ട് അച്ഛൻ, നല്ല മനസ്സോടു കൂടിയാ പറഞ്ഞേ. അതെനിക്കറിയാം. നല്ലതായത് കൊണ്ടാണ് നല്ലതെന്ന് പറയുന്നതെന്ന് എനിക്കറിയാം. ജേക്കബ് മാത്യു അച്ഛനും ഞാൻ ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്നോണ്ട് പറയുന്നു. അല്ല, അച്ഛന് പുകഴ്ത്തലെങ്ങൊന്നും കിട്ടി കാണുകയല്ല, അതുകൊണ്ടാ. ഇല്ല, അതല്ലേ എനിക്കത് കാണുമ്പോ ഒരു ചെറിയ കുശുമ്പുണ്ടാവുമല്ലോ. എന്തോ? ഞങ്ങളുടെ കണ്ണാടി നല്ലതാന്ന്. അതാ കേക്കേണ്ടത്. ഇന്ന് ശരിക്കും എല്ലാരും കണ്ണാടി പഠിച്ചു. ഇന്നെല്ലാരും കണ്ണാടി ശരിക്കും വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സന്തോഷം അച്ഛാ. ഭംഗിയായി അത് ആളുകൾക്ക് അത് ഭംഗിയായി എല്ലാവർക്കും മനസ്സിലായി എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ മുടങ്ങാതെ ക്ലാസ്സിൽ സംബന്ധിക്കുമ്പോൾ വിൽ ഗെറ്റ് മോർ ഇൻ ഡെപ്ത്. അതുകൊണ്ട് അച്ഛനോട് നന്ദിയൊന്നും ഇപ്പൊ പറയുന്നില്ല. ഇനി ക്ലാസ്സുകൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അച്ഛനെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ സംശയങ്ങളെല്ലാം നമുക്ക് തീർത്തു തരും. നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പരീക്ഷ ഇറ്റ്സ് നോട്ട് എക്സാം ഓറിയന്റഡ്. ഇത് പഠിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹങ്ങൾ നിറവോട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Again, end with a word of prayer. ബാറക്കുമോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും
പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസം നാം എല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ പ്രത്യേകാൽ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച പ്രാർത്ഥനയോടെ ഞങ്ങളെ പഠിപ്പിച്ച പ്രിയ അച്ഛനോടും ഇതിൽ സംബന്ധികളായ എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Night, everyone. Thank you.